നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡീകമ്പനീൻ്റെ റിവിഷനാണ് ചെയ്യാൻ പോകുന്നത്. 3 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ഒരു 3 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ റിയൽ നമ്പേഴ്സ്, രണ്ടാമത്തെ നെഗറ്റീവ് നമ്പേഴ്സ്, മൂന്നാമത്തെ സർക്കിൾ മെഷേഴ്സ്. ഈ 3 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഫുള്ള് കംപ്ലീറ്റ്ലി പഠിച്ച് തീർക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ റിവിഷൻ ചെയ്ത് തീർക്കാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വേഗം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഇൻ ദ ഫിഗർ. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നോക്കാട്ടെ. ഇൻ ദ ഫിഗർ ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് എ ലാർജ് സ്ക്വയർ ഈസ് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ലാർജ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വലിയ സ്ക്വയറും ഉണ്ട്, ചെറിയ സ്ക്വയറും ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന വലിയ സ്ക്വയർ, ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ചെറിയ സ്ക്വയർ. അപ്പോൾ രണ്ട് സ്ക്വയേഴ്സിൽ നമുക്കിവിടെ ഒരു സ്ക്വയറിന്റെ ലെങ്ത് ആ തന്നേക്കുന്നത്. ദ ലെങ്ത് ഓഫ് ദ വൺ സൈഡ് ഓഫ് ദ ലാർജ് സ്ക്വയർ, വലിയ സ്ക്വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ആണ്. വട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഓഫ് ദ സ്മോൾ സ്ക്വയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്ക്വയറിന്റെ ഡയഗണലിന്റെ ലെങ്ത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ഞാൻ പറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ തന്നേക്കുന്ന ഫിഗറിന്റെ ചെറിയ സ്ക്വയർ. ചെറിയ സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത് ആണ്. ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വലിയ സ്ക്വയറിന്റെ, ലാർജ് സ്ക്വയറിന്റെ ഒരു സൈഡാണ് ചെറിയ സ്ക്വയറിന്റെ ഡയഗണലായിട്ട് വരുന്നത്. അപ്പോൾ ലാർജ് സ്ക്വയറിന്റെ സൈഡ് 4 ആണെന്നുണ്ടെങ്കിൽ ഡയഗണൽ ഓഫ് ദ സ്മോൾ സ്ക്വയർ, ചെറിയ സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 4 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തെ ആൻസർ 4. വാട്ട് ഈസ് ഏരിയ ഓഫ് ദ സ്മോൾ സ്ക്വയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ചെറിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ചെറിയ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ചെറിയ സ്ക്വയറിന്റെ സൈഡ് വേണം. സൈഡിന്റെ ലെങ്ത് നമുക്കറിയില്ല. അപ്പോൾ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വലിയ സ്ക്വയറിന്റെ ഡയഗണലിന്റെ പകുതിയാണ് ചെറിയ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വലിയ സ്ക്വയറിന്റെ ഡയഗണലിന്റെ പകുതിയാണ് ചെറിയ സ്ക്വയറിന്റെ ഒരു സൈഡ്. അപ്പോൾ ഇത് 4 ആണെന്നുണ്ടെങ്കിൽ വലിയ സ്ക്വയറിന്റെ എല്ലാ സൈഡും 4 തന്നെ ആയിരിക്കും. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളുടെ ഹൈപ്പട്ടന്യൂസ് ആണ് വലിയ സ്ക്വയറിന്റെ ഡയഗണൽ. സോ ഹൈപ്പട്ടന്യൂസിന്റെ ഇക്വേഷൻ എന്താണ്? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. സോ ഹൈപ്പട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് എന്ന് പറയുന്നത് 4 ആണ്. സോ 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു 16 പ്ലസ് 16. അപ്പോൾ ഹൈപ്പട്ടന്യൂസ് സ്ക്വയർ നമുക്ക് 32 കിട്ടും. സോ ഹൈപ്പട്ടന്യൂസ് ഈസ് ഈക്വൽ ടു √32. √32 നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസേഷൻ ചെയ്യാം. സോ √32 2ൽ 16 ടൈംസ്, 2ൽ 8 ടൈംസ്, 2ൽ 4 ടൈംസ്, 2ൽ 2 ടൈംസ്, ദെൻ 2ൽ 1 ടൈം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് 2നെ ഒരു പെയറാക്കി എടുക്കാം. ഈ രണ്ട് 2നെ ഒരു പെയറാക്കി എടുക്കാം. ഒരു 2നെ റൂട്ടിലിടാം. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്. സോ 2 × 2 4. ഒരു 2 വന്നത് കാരണം, ഒരു 2 എക്സ്ട്രാ വന്നത് കാരണം അതിനെ റൂട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 2 √2. 2 × 2 4. സോ 4 √2 ആണ് എന്ത് കിട്ടുക? ഹൈപ്പട്ടന്യൂസ് കിട്ടുക. സോ വലിയ സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നതാണ് ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളുടെ ഹൈപ്പട്ടന്യൂസ്. സോ വലിയ സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് 4 ആണ്. ഈ ഡയഗണലിന്റെ പകുതിയാണ് ചെറിയ സ്ക്വയറിന്റെ സൈഡായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 4√2 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 √2. ഇതാണ് ചെറിയ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത്. സോ ചെറിയ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. സോ ഏരിയ ഓഫ് ദ സ്മോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. സൈഡ് എന്ന് പറയുന്നത് 2 √2 ആണ്. സോ 2 √2 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × √2 the whole square that is equal to 4 × 2 8 സെന്റിമീറ്റർ ആണ്. 8 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നേക്കുന്ന ചെറിയ സ്ക്വയറിന്റെ ഏരിയ. സോ 8 സെന്റിമീറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The end points of one side of a square denotes the number -2 5 on the number line. What is the length of the one side of the square? നമ്മളോട് പറഞ്ഞേക്കുന്നത് എൻഡ് പോയിന്റ്സ് ഓഫ് സൈഡ് ഓഫ് എ സ്ക്വയർ. ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിന്റെ സൈഡിന്റെ എൻഡ് പോയിന്റ്സ്. അപ്പോൾ സൈഡിന്റെ എൻഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതൊരു എൻഡ് പോയിന്റ് ആണ്, ഇതൊരു എൻഡ് പോയിന്റ് ആണ്. ഒരു എൻഡ് പോയിന്റ് -2 ആണ്, ഒരു എൻഡ് പോയിന്റ് 5 ആണ്. അതിനാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ? ഈ ഒരു സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത് -2 ആണ്, ഇത് 5 ആണ്. ഇതൊരു നമ്പർ ലൈനിലാണ് ഈ ഒരു സ്ക്വയർ വന്നേക്കുന്നത്. അപ്പോൾ നമ്പർ ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോഴത്തേക്കുള്ള നമ്പേഴ്സ് പോസിറ്റീവ്, ഇങ്ങോട്ടുള്ള നമ്പേഴ്സ് നെഗറ്റീവ്, സെന്ററിൽ 0 വരും. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ
രണ്ട് പോയിന്റ് അല്ലെങ്കിൽ നമ്പർ ലൈനിലുള്ള രണ്ട് പോയിന്റ് ആണ് സ്ക്വയറിന്റെ എന്തായിട്ട് വന്നേക്കുന്നത്, സൈഡ്സിൽ വരുന്ന പോയിന്റ്സ് ആയിട്ട് വന്നേക്കുന്നത്. സോ നമുക്ക് ഇവിടെ എന്തെന്ന് പറയാം, ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഞാൻ ഈ -2 എന്ന് പറയുന്ന പോയിന്റിനെ എ എന്നും 5 എന്ന് പറയുന്ന പോയിന്റിനെ ബി എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് എ ബി എന്ന് പറയുന്ന ആ ഒരു ലൈനിന്റെ ലെങ്ത്, ആ ലെങ്ത് ആണല്ലോ ആ സ്ക്വയറിന്റെ ഒരു സൈഡ്. ആ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യുക, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മോഡുലസ് ഓഫ് x1 - x2. ഇതാണ് ഇക്വേഷൻ. x1 എന്ന് പറയുന്നത് -2ഉം x2 എന്ന് പറയുന്നത് 5 ആണെങ്കിൽ എ ബിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ -2 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -7 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 യൂണിറ്റ്. 7 യൂണിറ്റ് ആണ് നമ്മുടെ എ മുതൽ ബി വരെയുള്ള പോയിന്റുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ആ ഒരു ലെങ്ത്തിന്റെ ഡിസ്റ്റൻസ്. സോ 7 യൂണിറ്റ്. ഈ മോഡുലസ് നമുക്ക് എന്താണെന്ന് അറിയാം. മോഡുലസിന്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ അത് എന്താവും, ഒരു പോസിറ്റീവ് നമ്പർ ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 യൂണിറ്റ്. അടുത്തത് ദെൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ക്വയറിന്റെ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം. ഏരിയ എന്ന് പറയുന്നത് a സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 സ്ക്വയർ ഈക്വൽ ടു 49 യൂണിറ്റ് സ്ക്വയർ. ഇതാണ് ആ സ്ക്വയറിന്റെ എന്ത് ഏരിയ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഇസ് 10 പൈ സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഒരു സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2πr. ഇതാണ് പെരിമീറ്ററിന്റെ ഇക്വേഷൻ. പെരിമീറ്റർ നമുക്ക് 10 പൈ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 10 ആണ്. 10 എന്ന് നമുക്ക് എഴുതാം. സോ പെരിമീറ്റർ 2πr ആയത് കാരണം ഞാൻ ഈ രണ്ട് ഇക്വേഷനെയും കൂടി ഇക്വേറ്റ് ചെയ്യണതാണ്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 2πr ഇസ് ഈക്വൽ ടു 10 അല്ലെങ്കിൽ 2πr ഇസ് ഈക്വൽ ടു 10 പൈ ആണ് പെരിമീറ്റർ. എനിക്ക് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സർക്കിളിന്റെ റേഡിയസ് ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് 2π ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ ആൻസർ എന്ത് വരും? r ഇസ് ഈക്വൽ ടു 10 പൈ ഡിവൈഡഡ് ബൈ 2π ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ക്യാൻസൽ 5 സെന്റിമീറ്റർ. സോ റേഡിയസ് ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ. xy ആർ ടു നാച്ചുറൽ നമ്പേഴ്സ്. x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 18, xy ഇസ് ഈക്വൽ ടു 45. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. x പ്ലസ് വൈ എന്ന് പറയുന്നത് 18 ആണ്. xy എന്ന് പറയുന്നത് 18 ആണ്. xy എന്ന് പറയുന്നത് 45 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? x മൈനസ് വൈ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ ഇതിലൊരു ഇക്വേഷൻ പഠിക്കണം. x പ്ലസ് വൈയും xyയും തന്നു കഴിഞ്ഞാൽ, രണ്ട് നമ്പേഴ്സിന്റെ സമ്മും രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റും തന്നു കഴിഞ്ഞാൽ x മൈനസ് വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ x മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. പഠിച്ചു വെക്കുക. x മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു x പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഇതൊരു ഐഡന്റിറ്റി ആണ്. സോ x മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഓക്കെ, ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം x പ്ലസ് വൈൻ്റെ വാല്യൂ 18 ആണ്, xyയുടെ വാല്യൂ 45 ആണ്. ഡയറക്റ്റ്ലി ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് കിട്ടുന്നത് 18 ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 45. 18ന്റെ സ്ക്വയർ എത്ര? 18ന്റെ സ്ക്വയർ 18 ഇൻറ്റു 18. സോ 64 14 8 1 4 2 3 324. അപ്പോൾ നമുക്ക് പറയാം 324 മൈനസ് 4 ഇൻറ്റു 45 എന്ന് പറയുന്നത് 180 ആണ്. സോ 324 മൈനസ് 180 എന്ന് പറയുന്നത് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് 144. സോ 144 എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? x മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ് 144. എനിക്ക് വേണ്ടത് x മൈനസ് വൈ മാത്രമാണ്. സോ x മൈനസ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് 144. റൂട്ട് 144ന്റെ വാല്യൂ എത്രയാണ്? 12. സോ x മൈനസ് വൈ ഈക്വൽ ടു 12. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. എന്താണ് ഇക്വേഷൻ? x മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു x പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഓക്കെ, ആ ഒരു ഇക്വേഷനിലേക്ക് തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x മൈനസ് വൈ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി അപ്പോൾ ആ ഒരു ഇക്വേഷൻ എന്തിൻ്റെ ആണെന്ന് നോക്കാം. നമുക്ക് x മൈനസ് വൈ ആണ് വേണ്ടത്. ഏറ്റവും ലാസ്റ്റ് സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? റൂട്ട് കിട്ടും. സോ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തത് നമുക്ക് തന്നിട്ടുണ്ട് എ ക്വസ്റ്റ്യൻ. റൂട്ട് 3 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 ഇസ് ഈക്വൽ ടു ഡാഷ്. അപ്പോൾ റൂട്ട് 3 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ റൂട്ട് 3 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 ഇസ് ഈക്വൽ ടു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഒരു തന്നിരിക്കുന്ന ആ ഒരു ഇക്വേഷൻ കറക്റ്റായിട്ട് നോക്കുക. എന്താണ് തന്നിരിക്കുന്നത്? അപ്പം ഇതിൽ എന്തെങ്കിലുമൊക്കെ സെയിം ആയിട്ട് വരുന്നുണ്ട്. ആദ്യത്തെ
ടേമിൽ √3യും രണ്ടാമത്തെ ടേമിൽ √3. ആദ്യത്തെ ടേമിൽ രണ്ടാമത്തത് 1ഉം രണ്ടാമത്തെ ടേമിൽ രണ്ടാമത്തെ 1ഉം ആണ് കൊടുത്തേക്കുന്നത്. സോ ഇവിടെ 2 ടേംസ് ആണുള്ളത്. സോ ഇവിടെ സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആലോചിക്കുക, നമ്മൾ ഏതെങ്കിലും ഐഡന്റിറ്റി ഇതിൽ പഠിച്ചിട്ടുണ്ടാന്ന് നോക്കുക. സോ ഐഡന്റിറ്റി നമുക്കറിയാം a+b ഇൻറ്റു a-b. സോ a+b ഇൻറ്റു a-b എന്ന ഐഡന്റിറ്റി ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ a+b ഇൻറ്റു a-b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്താ ശരിക്കും? a² - b². സോ a² - b² ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ എയുടെ സ്ഥാനത്ത് വന്നേക്കുന്നത് √3യും ബിയുടെ സ്ഥാനത്ത് വന്നേക്കുന്നത് 1ഉം ആണെങ്കിൽ √3 the whole square minus 1 square that is equal to 3 minus 1 is equal to 2. അപ്പൊ 2 ആണ് ഇതിന്റെ ആൻസർ. ആദ്യത്തെ ആൻസർ 2. ഓക്കെ, അടുത്തത് കമ്പ്യൂട്ട് 1 divided by √3 plus 1. 1 divided by √3 plus 1 എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ അത് എടുത്ത് ചെയ്താൽ 1 divided by √3 plus 1. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ഒരു റൂട്ടിന്റെ ടേം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എടുക്കേണ്ടതാണ് കോൺജുഗേറ്റ്. എന്താ എടുക്കേണ്ടത്? കോൺജുഗേറ്റ്. എന്താ കോൺജുഗേറ്റ്? ഡിനോമിനേറ്ററിൽ വന്നേക്കുന്ന ആളെ ഓപ്പോസിറ്റ് സൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺജുഗേറ്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ √3 + 1 ആണെങ്കിൽ √3 + 1നെ നമ്മൾ ഓപ്പോസിറ്റ് സൈൻ ഇടുമ്പോൾ എന്ത് കിട്ടും? സോ √3 + 1 ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് √3 + 1ന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? √3 - 1 ആണ്. രണ്ടാമത്തെ ടേമിന് എന്ത് കൊടുത്താൽ മതി? നെഗറ്റീവ് കൊടുത്താൽ മതി. ഇപ്പൊ രണ്ടാമത്തെ ടേം നമുക്ക് ആദ്യം തന്നേക്കുന്നതിൽ നെഗറ്റീവ് ആണെങ്കിൽ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ പോസിറ്റീവ് എടുക്കുക. ആദ്യത്തെ ടേമിന് ഒന്നും ചെയ്യേണ്ട, ആദ്യത്തെ ടേമിന് അതേപോലെ തന്നെ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാ? കോൺജുഗേറ്റ് √3 + 1ന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് √3 - 1. ഓക്കെ, ഈ കോൺജുഗേറ്റ് വെച്ചിട്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഇൻറ്റു ചെയ്യാം. ഇപ്പൊ എന്ത് വരും? 1 divided by √3 + 1 ഇൻറ്റു √3 - 1 മേളിലും √3 - 1. അപ്പൊ കിട്ടുന്ന ആൻസർ എന്താണെന്ന് പറയൂ. അപ്പൊ ആൻസർ കിട്ടുന്നത് √3 - 1 ഡിവൈഡഡ് ബൈ ഇതിന്റെ വാല്യൂ എന്തായിരുന്നു? നമുക്ക് കിട്ടിയത് √3 + 1 ഇൻറ്റു √3 - 1 എന്നുള്ളത് 2 ആണ് കിട്ടിയത്. സോ √3യുടെ വാല്യൂ എത്രയാണ്? 1.7 - 1 divided by 2 that is equal to 0.7/2. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിൽ ഒരു 10ന്റെ പവർ ആക്കാൻ വേണ്ടി 2നെ ആരെ വെച്ചിട്ട് ഇൻറ്റു ചെയ്യാം. 2നെ ആരെ വെച്ചിട്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് ഡിനോമിനേറ്റർ 10ന്റെ പവർ കിട്ടുക എന്ന് പറയും. ഡിനോമിനേറ്റർ ആദ്യം തന്നെ ഈ പോയിന്റ് കളയാൻ വേണ്ടി രണ്ട് സ്ഥലത്തും ഒരു 0 ഉള്ള, അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഒരു 0 ഉള്ള 10ന്റെ പവർ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 7 divided by 20. ഇനി ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 20നെ 10ന്റെ പവർ ആക്കാൻ പറ്റുമോ നോക്കുക. 20നെ 10ന്റെ പവർ ആക്കാൻ പറ്റും. എന്തായിട്ട് ഇൻറ്റു ചെയ്യുക? 5. അടിയിൽ ഇൻറ്റു ചെയ്യുമ്പോൾ മേളിൽ ഇൻറ്റു ചെയ്യാം. സോ ആൻസർ എന്ത് വരും? 35 divided by 100. ഇതിന്റെ ആൻസർ എന്താണ്? 0.35. അപ്പൊ ഇതാണ് നമ്മുടെ എന്തിന്റെ ആൻസർ? തന്നിരിക്കുന്ന ഇക്വേഷന്റെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ടേമിന്റെ 1 divided by √3 + 1 is equal to 0.35. ഓക്കെ അല്ലേ? അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കുക. കോൺജുഗേറ്റ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എന്ത് കിട്ടുള്ളൂ? മാർക്ക് കിട്ടുള്ളൂ. നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ √3ന്റെ വാല്യൂ ഇട്ട് ചെയ്യാം, പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇത് ചെയ്യുമ്പോൾ എന്തെടുക്കുക? കോൺജുഗേറ്റ് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ റേഡിയസ് ഓഫ് എ ലാർജ് സ്ക്വയർ ഈസ് 5 cm. അപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും 2 സ്ക്വയേഴ്സ് ഉണ്ട്. വലിയ സ്ക്വയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 5ഉം ചെറിയ സ്ക്വയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ലാർജ് സ്ക്വയർ. വലിയ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയയുടെ ഇക്വേഷൻ പറയുന്നത് ഏരിയയുടെ ഇക്വേഷൻ എന്താ? πr². r എന്നുള്ളത് 5 അല്ലേ? സോ π × 5² ദാറ്റ് ഈസ് ഈക്വൽ ടു 25 π cm². ഇതാണ് വലിയ സർക്കിളിന്റെ ഏരിയ. ഓക്കെ, ഇനി ഫൈൻഡ് ദ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. ഇതാണ് ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയൻ അല്ലേ? ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? വലിയ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ചെറിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതെ, വലിയ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ചെറിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം രണ്ടാമത് ചെയ്യേണ്ടത് ഏരിയ ഓഫ് എ സ്മോൾ സ്ക്വയർ. ഏരിയ ഓഫ് എ സ്മോൾ സ്ക്വയർ അല്ല, സോറി, സർക്കിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു πr². അപ്പോൾ പൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. പൈ ഇൻറ്റു റേഡിയസ് എന്നുള്ളത് 3 ആണ്. സോ π × 3² ഈസ് ഈക്വൽ ടു 9π cm². ഇതാണ് ചെറിയ സർക്കിളിന്റെ ഏരിയ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്? ഏരിയ കണ്ടുപിടിക്കുക. സോ ഏരിയ ഓഫ് ദ
ഷെയ്ഡഡ് റീജിയൻ ഇസ് ഈക്വൽ ടു ലാർജ് സർക്കിളിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ സ്മോൾ സർക്കിളിന്റെ ഏരിയ ഓഫ് എ ലാർജ് സർക്കിൾ ഡിവൈഡ് മൈനസ് ഏരിയ ഓഫ് എ സ്മോൾ സർക്കിൾ. സോ 25 പൈ മൈനസ് 9 പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 16 പൈ സെന്റിമീറ്റർ സ്ക്വയർ. 16 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ. ഓക്കെ അല്ലേ? ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ എ ബി സി ഈസ് ഐസോസ്ലെസ് എ ബി ഇസ് ഈക്വൽ ടു 2√2. അപ്പം തന്നേക്കുന്ന എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. ബേസ് 2√2 സെന്റിമീറ്റർ ആണ്. എ സിയും എ ബിയും ഈക്വൽ, എ സിയും ബി സിയും ഈക്വൽ ആണ്, √5 ആണ്. സോ എ ഡിയുടെ വാല്യൂ എന്താണ്? എ ഡിയുടെ വാല്യൂ നമുക്കറിയാം. ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളുടെ തേർഡ് വേർട്ടെക്സ് എന്ന് ബേസിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ബേസിന്റെ ലെങ്ത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എ ഡി എന്ന് പറയുന്നത്, ഡി എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ആ ഒരു ലെങ്ത്തിന്റെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ എ ഡി എന്ന് പറയുന്നത് എ ബിയുടെ പകുതിയാണ്. സോ എ ബിയുടെ പകുതി എന്ന് പറയുമ്പോൾ 2√2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു √2. സോ എ ഡിയുടെ ലെങ്ത് കിട്ടി √2. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സി ഡി? അങ്ങനെയാണെങ്കിൽ സി ഡിയുടെ ലെങ്ത് എന്താണ്? സി ഡിയുടെ ലെങ്ത് എടുക്കാൻ നമുക്ക് ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുമ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇത് √5 ആണ്. എ മുതൽ ഡി വരെയുള്ള ലെങ്ത് √2 ആണ്. സോ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഓൾട്ടിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എഴുതാം. സോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് അല്ലേ വേണ്ടത്? സോ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് √5 ആണ്. അപ്പൊ √5 ദ ഹോൾ സ്ക്വയർ മൈനസ് ബേസ് √2 ആണ്, √2 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മൈനസ് 2 ഈക്വൽ ടു 3. ഇപ്പൊ 3 എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് അല്ല, 3 എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? √3 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സി ഡിയുടെ ലെങ്ത് കിട്ടി. അപ്പൊ സി ഡിയുടെ ലെങ്ത് കിട്ടി. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളുടെ ഏരിയ വേണം. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. സോ ഹാഫ് ഇൻറ്റു ബേസ് ടോട്ടൽ എടുക്കണം. അതായത് ഈ ട്രയാങ്കിളുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ ബേസ് ടോട്ടൽ എടുക്കണ്ടേ? സോ ഹാഫ് ഇൻറ്റു 2√2 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലേ. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ആണ് എന്ത്? എ സിയുടെ വാല്യൂ ഹൈറ്റ് ആണ്. സോ √3. സോ ഇൻറ്റു √3. ഈ 2 2 ക്യാൻസൽ ചെയ്ത ആൻസർ എന്ത് വരും? √2 ഇൻറ്റു √3 ദാറ്റ് ഈസ് ഈക്വൽ ടു √6 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ ഓഫ് ദാറ്റ് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളുടെ ഏരിയ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് സൈഡിന്റെ ലെങ്ത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ കിട്ടും. ആ ക്ലൂ വെച്ചിട്ട് എന്ത് ചെയ്യാം? ആൻസേഴ്സിലേക്ക് എത്താം. ഓക്കെ, അടുത്തത് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 4 സെന്റിമീറ്റർ. ഒരു സർക്കിളിന്റെ ഡയമീറ്റർ 4 ആണ്. ദെൻ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? നമുക്കറിയാം അല്ലേ, ഡയാമീറ്റർ എന്ന് പറയുന്നത് റേഡിയസിന്റെ 2 ഇരട്ടിയാണ്. അപ്പൊ റേഡിയസ് എന്നുള്ളത് ഡയാമീറ്ററിന്റെ പകുതിയാണ്. സോ റേഡിയസ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. അടുത്തത് ഫൈൻഡ് ദ ഏരിയ ഓഫ് സർക്കിൾ. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് റേഡിയസ് മാത്രം മതി ഏരിയ കണ്ടുപിടിക്കാൻ. അപ്പൊ ഏരിയ എന്തായിരിക്കും? ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 2 സ്ക്വയർ 4 പൈ സെന്റിമീറ്റർ സ്ക്വയർ. 4 പൈ ആണ് എന്ത് ഏരിയ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഈസ് ഈക്വൽ ടു 4 പൈ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഏരിയയും കിട്ടി. ഇനി എന്താണ്? ഇഫ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഡബിൾഡ് ഹൗ മെനി ടൈംസ് ഏരിയ ഓഫ് ദ സർക്കിൾ ഇൻക്രീസസ്? നമുക്ക് പൊതുവെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാത്സിന്റെ ഒരു ക്വസ്റ്റ്യൻ തരണയാണെന്നുണ്ടെങ്കിൽ എൻ്റെയും ബിൻ്റെയും ആൻസേഴ്സ് നമുക്ക് വേഗം കിട്ടും. എൻ്റെയും ബിൻ്റെയും ആൻസേഴ്സ് ചിലപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. സി ക്വസ്റ്റ്യൻ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇതേപോലുള്ള ചിലപ്പോൾ വായിച്ചു നോക്കുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല, അറ്റൻഡ് ചെയ്യൂല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇവിടെ 12ാമത്തെ സി ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? റേഡിയസ് ഓഫ് എ സർക്കിൾ ഡബിൾഡ്. ഒരു സർക്കിളിന്റെ റേഡിയസ് ഡബിൾ ആയി കഴിഞ്ഞാൽ ഏരിയക്ക് എന്താ സംഭവിക്കുക? അപ്പൊ ആദ്യം തന്നെ നമുക്ക് 2 സെന്റിമീറ്റർ കൊടുത്തപ്പോൾ, 2 സെന്റിമീറ്റർ ഏരിയ കൊടുത്തപ്പോൾ, അതായത് റേഡിയസ് 2 സെന്റിമീറ്റർ കൊടുത്തപ്പോൾ ഏരിയ എന്തായിരുന്നു? 4 പൈ സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേഡിയസിനെ ഇരട്ടിയാക്കാം. അപ്പൊ റേഡിയസ് ഇരട്ടിയാകുമ്പോൾ 2 ഇൻറ്റു 2 4. അപ്പൊ ഏരിയ എന്താന്ന് നോക്കാമല്ലോ. ഏരിയ ഇസ് ഈക്വൽ ടു
പൈ ഇൻറ്റു 4 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ റേഡിയസ് ഇരട്ടിയായപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 16 ആയി. ഇവിടെ മനസ്സിലാക്കുക, റേഡിയസ് 2 ആയപ്പോൾ ഏരിയ 4 പൈ ആയിരുന്നു, റേഡിയസ് 4 ആയപ്പോൾ ഏരിയ 16 പൈ ആണ്. അപ്പം റേഡിയസ് ഇരട്ടിയായപ്പോൾ അല്ലെങ്കിൽ റേഡിയസ് ഡബിൾ ആയപ്പോൾ എന്താ ഏരിയക്ക് സംഭവിച്ച? ഏരിയ എന്തായി? 4 ടൈംസ് ആയി, അല്ലെങ്കിൽ 4 പൈ എന്നുള്ളത് 16 പൈ ആയി. അപ്പം എത്ര ടൈംസ് ആണ്? 4 പൈ 16 പൈ ആവണമെന്നുണ്ടെങ്കിൽ 4 പൈനെ ആരായിട്ട് ഇൻഡ്യൂ ചെയ്യണം? 4 ആയിട്ട് ഇൻഡ്യൂ ചെയ്യണം. സോ 16 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം എത്ര ടൈംസ് ആണ്? 4 ടൈംസ്. ഓക്കെ, 4 ടൈംസ്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദ ഗിവൺ ടേബിൾ. അപ്പം ആദ്യം ആ ടേബിൾ ഒന്ന് നോക്കാം. എക്സിന്റെ വാല്യൂ 4 ആണ്, വൈയുടെ വാല്യൂ -5 ആണ്. എക്സിന്റെ വാല്യൂ -1 ആണ്, വൈയുടെ വാല്യൂ -3 ആണ്. ഭയങ്കര സിമ്പിൾ ആണ്. മോഡുലസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? അപ്പൊ മോഡുലസിന്റെ ഉള്ളിൽ ആബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മോഡുലസ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം? ഇതിന്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറും. ഇതിന്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ആള് പുറത്തേക്ക് വന്നാൽ അതിൻ്റെ ഉള്ളിൽ ആവുമ്പോൾ മാത്രമേ അയാൾ നെഗറ്റീവ് ആയിട്ടുള്ളൂ, പുറത്തേക്ക് വരുമ്പോൾ അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ടേബിള് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എക്സിന്റെ വാല്യൂ 4 ആണ്, വൈന്റെ വാല്യൂ 5 ആണെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് വൈ എന്താണെന്ന് ചോദിച്ചേക്കണം. അപ്പൊ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് വൈ എന്ന് പറയുമ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് 4 പ്ലസ് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -5 അല്ലേ? അപ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് 4 എത്രയാണ്? 4. ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -5 എത്രയാണ്? 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 9. സിമ്പിൾ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആബ്സല്യൂട്ട് വാല്യൂ എക്സിനും വൈനും കൊടുത്തിട്ടാണല്ലോ ആൻസർ കണ്ടുപിടിച്ചത്. ഇനി ആ എക്സിന്റെയും വൈന്റെയും വാല്യൂസിന്റെ സമ്മ് ആബ്സല്യൂട്ട് വാല്യൂന്റെ ഉള്ളിലാണ്. അതായത് ഇങ്ങനെ വന്നേക്കണം, ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എന്ന് പറയും ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സിന്റെ വാല്യൂ എത്രയാണ്? 4. സോ 4 പ്ലസ് വൈന്റെ വാല്യൂ എത്രയാണ്? -5. ദാറ്റ് ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് 4 - 5. എത്ര? 4 - 5. 4 - 5 എത്രയാണ്? ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -1. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? 1. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? 1 ആണ്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് വൈ ഇസ് നോട്ട് ഈക്വൽ ടു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് -5. ഇത് രണ്ടും എന്തല്ല? ഈക്വൽ അല്ല. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് വൈ. എക്സിന്റെ വാല്യൂ രണ്ടാമത്തേൽ -1 അല്ലേ? വൈന്റെ വാല്യൂ രണ്ടാമത്തേൽ -3 അല്ലേ? അപ്പൊ എന്തായിരിക്കും ആൻസർ? 1 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ ആദ്യത്തെ ആൻസർ എന്താണ്? 4. ഇനി അടുത്ത എന്താണ്? ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ. പറഞ്ഞ ഒന്ന്, ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -1 + -3 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 - 3 is equal to absolute value of 4 -4 equal to 4. അപ്പൊ അതിന്റെ വാല്യൂ എന്താണ്? 4. അപ്പൊ ഇതിന്റെ വാല്യൂ സെയിം ആയല്ലേ? അതിന്റെ വാല്യൂ എന്തായിരുന്നു? ഡിഫറെന്റ് ആയിരുന്നു. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാട്ടെ കറക്റ്റ് ആണെന്ന്. 4 + 5 9, 4 + -5 ഓക്കെ ശരിയാണ്. -1 + 3 ഓക്കെ, -1 + -4 4 ഓക്കെ. അപ്പൊ എല്ലാ കേസിലും ഇങ്ങനെ വരണമെന്നില്ല, അതാണ് ഞാൻ പറഞ്ഞ. എല്ലാ കേസിലും ഇത് എന്തല്ല? ഈക്വൽ അല്ല. ചില കേസുകളിൽ ചിലപ്പോൾ ഈക്വൽ ആവാം, ചില കേസുകളിൽ ഈക്വൽ ആവാതിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേഗം കഴിയും, ഇന്നൊരു 5 ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാൻ പോകുന്നതെല്ലാം. പെരിമീറ്റർ ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 60 സെന്റിമീറ്റർ. ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളുടെ പെരിമീറ്റർ 60 സെന്റിമീറ്റർ ആണ്. ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളുടെ പെരിമീറ്റർ 60 സെന്റിമീറ്റർ ആണ്. സോ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 60 സെന്റിമീറ്റർ. അതിനാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഈ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളുടെ ഒരു സൈഡിന്റെ ലെങ്ത് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിളുടെ എല്ലാ സൈഡിന്റെ ലെങ്ത് എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ലെങ്ത് ഓഫ് വൺ സൈഡ് ഇസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 3. 3 സൈഡല്ലേ ഉള്ളത്. സോ 60 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. അപ്പൊ ആദ്യത്തെ കഴിഞ്ഞ് 20. അടുത്തത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അപ്പൊ സാധാരണ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ പറയുമ്പോൾ എന്തെന്ന് പറയും? ഹാഫ് BH എന്ന് പറയും. ഹാഫ് BH അല്ല, ഇവിടുത്തെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √3a²/4. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണോ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? √3a²/4. മറ്റേത് വെച്ചിട്ട് ചെയ്യാൻ പറ്റൂല എന്നല്ല, ബേസും ഹൈറ്റും തന്നിട്ടുണ്ടെങ്കിൽ മറ്റേതിലും ആപ്ലിക്കബിൾ ആണ്. എന്ത്?
ഏരിയയുടെ ഇക്വേഷൻ. പക്ഷേ ജനറലി നമ്മൾ ഈക്വലാറ്റർ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇടാം. ഏരിയ ഇസ് ഈക്വൽ ടു √3a²/4. എയുടെ വാല്യൂ എ എന്ന് പറയുന്നത് സൈഡാണ്. സൈഡിന്റെ ലെങ്ത് എത്രയാണ്? 20. സോ √3 × 20² / 4 ദാറ്റ് ഈസ് ഈക്വൽ ടു √3 × 20² എത്ര? 400/4. ഓക്കെ, 4ൽ 4 ഒരു പ്രാവശ്യം, 100ൽ 400 ടൈംസ്. അപ്പം ആൻസർ എന്ത് വരും? 100√3 cm². ഇതാണ് എന്തിന്റെ ഏരിയ? തന്നിരിക്കുന്ന ഈക്വലാറ്റർ ട്രയാങ്കിളുടെ ഏരിയ. രണ്ടാമത്തെ കഴിഞ്ഞു. അടുത്തത്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഡ്രോൺ ബൈ ജോയിനിങ് 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ലൈക്ക് ദിസ്? അതായത് ഇതേപോലുള്ള, അതായത് തന്നിരിക്കുന്ന ഈക്വലാറ്ററൽ ട്രയാങ്കിൾ പോലുള്ള 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഒരുമിച്ച് വെച്ചപ്പോൾ അതെന്തായിട്ട് മാറി? ഒരു റെഗുലർ ഹെക്സഗൺ ആയിട്ട് മാറി. പിന്നെ ഒരു റെഗുലർ ഹെക്സഗൺ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ആ റെഗുലർ ഹെക്സഗണിന്റെ ഒരു സൈഡ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം റെഗുലർ ഹെക്സഗണിൽ എത്ര സൈഡ്സ് ആണ് ഉള്ളത്? 6 സൈഡ്സ്. 6 സൈഡ്സ് ഉള്ള ക്ലോസ് ഫിഗേഴ്സിനെ വിളിക്കുന്ന പേരാണ് റെഗുലർ പോളിഗൺ, റെഗുലർ ഹെക്സഗൺ. അപ്പോൾ ആ റെഗുലർ ഹെക്സഗൺ ഞാനിപ്പോൾ ഇവിടെ വരക്കാം. റെഗുലർ ഹെക്സഗൺ ഇതാണ് ഒരു റെഗുലർ ഹെക്സഗൺ. അപ്പോൾ റെഗുലർ ഹെക്സഗണിന്റെ സെന്ററിൽ നിന്ന് ഞാൻ ഓരോ വേർട്ടെക്സിലേക്ക് ലൈൻസ് വരക്കുമ്പോൾ എനിക്കത് എത്ര ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും? 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഓരോ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് കൂടുമ്പോഴാണ് നമുക്കൊരു റെഗുലർ ഹെക്സഗൺ കിട്ടുക. അപ്പോൾ റെഗുലർ ഹെക്സഗണിന്റെ സൈഡ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വെക്കുമ്പോൾ ഈ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളുടെ എല്ലാ സൈഡ്സും 20 ആണ്. ഓൾറെഡി നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. പെരിമീറ്റർ 60 ആയിരുന്നു, അപ്പോൾ സൈഡ് എത്ര? 20 ആയി. അപ്പോൾ എല്ലാ ഈക്വലാറ്ററൽ ട്രയാങ്കിളും, അതായത് ഈ ഹെക്സഗൺ ഉണ്ടാക്കാൻ വെച്ചേക്കുന്ന എല്ലാ ഈക്വലാറ്ററൽ ട്രയാങ്കിളുടെയും സൈഡാണ്, ഒരു സൈഡാണ് റെഗുലർ ഹെക്സഗണിന്റെ സൈഡ്സ് ആയിട്ട് വന്നേക്കുന്നത്. സോ അതെല്ലാം എത്രയാണ്? 20 ആണ്. ഓക്കെ, അപ്പൊ അത് കിട്ടി. സി ക്വസ്റ്റ്യൻ കിട്ടി. ലാസ്റ്റ് ഫൈൻഡ് ദ ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ. അപ്പൊ റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ 6 ഈക്വലാറ്ററൽ ട്രയാങ്കിളുടെ ഏരിയ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. സോ 6 × ഏരിയ ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. 6 × ഏരിയ ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ എന്ത് വരും? ഈക്വലാറ്ററൽ ട്രയാങ്കിളുടെ ഏരിയ നമ്മൾ ഓൾറെഡി 100√3 കണ്ടുപിടിച്ച് വെച്ചില്ലേ? സോ 6 × 100√3 cm², ദാറ്റ് ഈസ് ഈക്വൽ ടു 600√3 cm². ഇതാണ് ആ ഈക്വലാറ്ററൽ ട്രയാങ്കിളുടെ ഏരിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ, O is the center of the circle with the radius 4 cm and angle OAC. OAC എന്ന് പറയുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്. ഫൈൻഡ് ദ ആംഗിൾ AOC. സിമ്പിൾ അല്ലേ? AOC. ഇത് 90 ആണ്, ഇത് 30 ആണെങ്കിൽ ട്രയാങ്കിളുടെ എല്ലാ ആംഗിൾസിന്റെ സം 180 ആണ്. 90 30 വന്നു, സോ 120. സോ 180 - 120 = 60. സോ ഇതിന്റെ ആംഗിൾ 60 ഡിഗ്രി ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് OC? അപ്പോൾ OCന്റെ ലെങ്ത് അല്ലേ വേണ്ടത്. OCന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ട്രയാങ്കിൾസിന്റെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് എടുക്കാമല്ലോ. 30, 60, 90. 1:√3:2. നമുക്ക് ഇവിടെ ഇങ്ങനെ പറയാം, 90ക്ക് ഓപ്പോസിറ്റ് എന്താണോ വരുന്നത് അതിന്റെ പകുതിയായിരിക്കും 30ക്ക് ഓപ്പോസിറ്റ് വരാം. അപ്പൊ 90ക്ക് ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 2. ഇനി 30ക്ക് ഓപ്പോസിറ്റ് എന്താണോ അതിനായിട്ട് √3 വെച്ചിട്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60ക്ക് ഓപ്പോസിറ്റ് കിട്ടും. അപ്പൊ ഇതാണ് 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള വാല്യൂ എന്തായിരിക്കും? 2√3. ഇങ്ങനെ വരുന്നത് ശരിക്കും ഇങ്ങനെയാണ്. 90ക്ക് ഓപ്പോസിറ്റ് നമുക്ക് തന്നേക്കുന്നത് 4 ആണ്. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് നമുക്ക് കിട്ടുന്നത് 2 ആയിരിക്കും. 60ക്ക് ഓപ്പോസിറ്റ് കിട്ടുന്നത് 2√3. അതെങ്ങനെ കിട്ടി? 2നെ ഏതോ ഒരു നമ്പർ ആയിട്ട് ഇൻഡ്യൂ ചെയ്തപ്പോൾ 4 കിട്ടി. ഏത് നമ്പറാണ്? 2. അപ്പൊ 2 ആണ് ഇവിടുത്തെ എന്ത് ഫാക്ടർ? കോമൺ ഫാക്ടർ. എന്ത് ഫാക്ടറാണ്? കോമൺ ഫാക്ടർ. അപ്പൊ ഈ കോമൺ ഫാക്ടർ വെച്ചിട്ടാണ് ബാക്കിയുള്ള രണ്ടാൾക്കാരെയും എന്ത് ചെയ്യേണ്ടത്? ബാക്കിയുള്ള രണ്ടാൾക്കാരെയും ഇൻഡ്യൂ ചെയ്യേണ്ടത്. സോ 1നെ ആ ഒരു 2 ആയിട്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ 2 കിട്ടും. √3നെ 2 ആയിട്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ 2√3 കിട്ടും. അപ്പൊ എല്ലാ ആൻസേഴ്സും ആയില്ലേ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് OC? OCയുടെ ലെങ്ത് എത്രയാണ്? 2. ഫൈൻഡ് AB. ABയുടെ ലെങ്ത് എന്തായിരിക്കും? അപ്പൊ ABയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ AB is equal to AC plus CB ആണ്. അപ്പൊ AC 2√3 ആണ്. CB അത് തന്നെ ആയിരിക്കും 2√3. അപ്പൊ എന്ത് വരും? 4√3 cm. ഇതാണ് എന്തിന്റെ ലെങ്ത്? ABയുടെ ലെങ്ത്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ. Find the number denoting the point which is at a distance 7 units away from the point labeled 0. അതായത് 0 എന്ന് പറയുന്ന നമ്പർ ലൈനിൽ ഒരു പോയിന്റ് ഉണ്ട് 0.
ഇത് 0യിൽ നിന്ന് 7 യൂണിറ്റ് മാറിക്കഴിയുമ്പോൾ എനിക്ക് 2 പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു 0 എന്ന് പറയുന്ന നമ്പർ ലൈനിലെ 0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 7 യൂണിറ്റ് എനിക്ക് റൈറ്റിലേക്ക് മാറാം, ലെഫ്റ്റിലേക്ക് മാറാം. അപ്പോൾ ലെഫ്റ്റിലേക്ക് മാറിക്കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, അതായത് ലെഫ്റ്റിലേക്ക് ഞാൻ 7 യൂണിറ്റ് മാറിക്കഴിയുമ്പോൾ എനിക്ക് ഇവിടെ പോയിന്റ് ആയിട്ട് വരുന്നത് -7 ആണ്. റൈറ്റിലേക്ക് 7 യൂണിറ്റ് മാറിക്കഴിയുമ്പോൾ എനിക്ക് അവിടെ പോയിന്റ് ആയിട്ട് വരുന്നത് +7 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 7 ആൻഡ് -7, അല്ലെങ്കിൽ -7 ആൻഡ് 7. ഇത്രേ ഉള്ളൂ. Find x satisfying the equation absolute value of x minus 5 is equal to 3. Absolute value of x minus 5 is equal to 3. അപ്പോൾ x minus 5 is equal to 3 എന്ന് പറയുന്നത് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക. എക്സിൽ നിന്ന് 5ലേക്കുള്ള ദൂരമാണ് 3. എക്സിൽ നിന്ന് 5ലേക്കുള്ള ദൂരം 3 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സിന് 2 വാല്യൂ കിട്ടും. ആ 2 വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം 2 കേസാണ്. സോ ഫസ്റ്റ് കേസ് ഉണ്ട്, സെക്കൻഡ് കേസ് ഉണ്ട്. ഫസ്റ്റ് കേസ് നമ്മൾ എഴുതേണ്ടത് ഈ ആബ്സല്യൂട്ട് വാല്യൂ ഒക്കെ മാറ്റിയിട്ട് എഴുതാം. എക്സ് മൈനസ് 5 is equal to 3. സെക്കൻഡ് കേസിൽ നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ മാറ്റി കഴിഞ്ഞാൽ എക്സ് മൈനസ് 5 is equal to ആ +3 എന്നുള്ളത് എന്താക്കാം? -3 ആക്കാം. അപ്പം ഇങ്ങനെ വരുമ്പോൾ എക്സിന് എത്ര വാല്യൂസ് വരും? 2 വാല്യൂസ്. അപ്പം എന്തൊക്കെയായിരിക്കും വാല്യൂ? എക്സ് is equal to 3 + 5 = 8. എക്സ് is equal to -3 + 5 is equal to 2. ഇത്രയേ ഉള്ളൂ. അപ്പം എക്സിന്റെ വാല്യൂ 8ഉം എക്സിന്റെ വാല്യൂ 2ഉം. ഇത്രയേ ഉള്ളൂ. നമ്മളോട് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫൈൻഡ് എക്സ് സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് 5 = 3 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആബ്സല്യൂട്ട് വാല്യൂ മാറ്റാം. എക്സ് മൈനസ് 5 = 3 ഒരു കേസ്. രണ്ടാമത്തെ കേസ് എക്സ് മൈനസ് 5 = -3. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, 8ഉം 2ഉം. ഓക്കെ, ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. 4 vertices of a run on the circle. The length of the diagonal of the square is 4√2 cm. Then what is the radius of the circle? അറിയാം, നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അപ്പൊ എനിക്ക് പറയാം ഡയമീറ്റർ is equal to 4√2, റേഡിയസ് is equal to 4√2/2, that is equal to 2√2 cm. ആദ്യത്തെ കഴിഞ്ഞ് ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സർക്കിൾ. റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ is equal to πr², that is equal to π × 2√2 the whole square. അപ്പൊ എന്ത് വരും? π × 2ന്റെ സ്ക്വയർ 4 × √2ന്റെ സ്ക്വയർ 2. ശരിയല്ലേ? അപ്പൊ എന്ത് വരും? 8π cm². ഏരിയയും കഴിഞ്ഞ്. അടുത്തത്, ഇഫ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 4√2 cm, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ? അപ്പോൾ റേഡിയസ് നമ്മളോട് ഇവിടെ റേഡിയസ് കിട്ടിയേക്കുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ റേഡിയസ് കിട്ടിയത് 2√2 ആയിരുന്നു. ഇപ്പൊ നമ്മളോട് അത് ഇരട്ടിയായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് റേഡിയസ് എന്തായി? 4√2 ആയി. റേഡിയസ് 4√2 ആയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ എന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്ക്വയറിന്റെ ഏരിയക്ക് വേണ്ടി നമുക്ക് എന്താ വേണ്ട? സൈഡ് വേണം. ശരിയല്ലേ? സൈഡ് എന്താണെന്ന് വേണം, എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സ്ക്വയറിന്റെ ഏരിയ കിട്ടുള്ളൂ. സോ r is equal to 4√2. റേഡിയസ് 4√2 ആണ്. അപ്പോൾ ഡയമീറ്റർ എന്തായിരിക്കും? ഡയമീറ്റർ is equal to 8√2. ഡയമീറ്റർ 8√2 ആണ്. അപ്പോൾ ഇതിന്റെ ലെങ്ത് 4√2 മാറിയിട്ട് ഇപ്പം എന്തായിട്ടുണ്ട്? 8√2 ആയിട്ടുണ്ട്. സ്ക്വയറിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആയത് കാരണം ഇതിന് എക്സും കൊടുക്കാമല്ലോ. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അവിടെ കൺസിഡർ ചെയ്യാം നമുക്ക്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? എക്സിനെ കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് വരും? പൈതോറസ് അപ്ലൈ ചെയ്യുക. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസും എക്സ് ആണ്, ഓൾട്ടിറ്റ്യൂഡ് എക്സ് ആണ്. സോ x² + x². ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2x². അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്തായിരുന്നു? 8√2. അപ്പോൾ എന്ത് വരും? 8√2 the whole square is equal to 2x². 8√2 the whole square എന്ന് പറയുമ്പോൾ 8ന്റെ സ്ക്വയർ 64 × √2ന്റെ സ്ക്വയർ 2, that is equal to 2x². അപ്പോൾ എന്ത് വരും? 128 is equal to 2x². x² is equal to 128/2, that is equal to 64. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് വരും? √64, that is equal to 8. എക്സിന്റെ വാല്യൂ 8 കിട്ടിയില്ലേ? എക്സ് എന്താ ശരിക്കും? സ്ക്വയറിന്റെ സൈഡ് 8 കിട്ടി. സ്ക്വയറിന്റെ സൈഡ് 8 ആണെങ്കിൽ ഏരിയ ഓഫ് എ സ്ക്വയർ is equal to 8², that is equal to 64 cm². ഇത്രേ ഉള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. In the figure, ABC is an isosceles triangle. ABC എന്ന് പറയുന്നത് ഒരു isosceles triangle ആണ്. ABയും ACയും ഈക്വൽ ആണ്. നമുക്കറിയാം ഒരു isosceles triangleയുടെ രണ്ട് സൈഡ് ഈക്വൽ ആണ്. അപ്പം ഇതും ഈക്വൽ ആണ്. ADയുടെ ലെങ്ത് എന്ന് പറയുന്നത് 4 cm ആണ്. അപ്പം 5 cm ഇത് 5 cm ഇത് മാർക്ക് ചെയ്യാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് BD. സോ BDന്റെ ലെങ്ത് എന്തായിരിക്കും? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുക, കൺസിഡർ ചെയ്യുക, ബേസ് കണ്ടുപിടിക്കുക. സോ ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് 5, സോ 5² - 4². എന്ത് വരും?
25 മൈനസ് 16 9. ബേസ് എന്ന് പറയുന്നത് √9. √9 എത്രയാണ്? 3. അപ്പോൾ ബി ഡിയുടെ ലെങ്ത് കിട്ടി. ലെങ്ത് ഓഫ് ബി ഡി ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഓക്കെ, അടുത്തത് കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളുടെ എന്ത് വേണം? പെരിമീറ്റർ വേണം. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളുടെ പെരിമീറ്ററിന് നമുക്ക് ആരെയൊക്കെ വേണം? എ ബിനെ വേണം, എ സിനെ വേണം, ബി സിനെ വേണം. എ ബി എനിക്കറിയാം 5 ആണ്, എ സി എനിക്കറിയാം 5 ആണ്, ബി സി എത്രയാണ്? ബി ഡിയുടെ ലെങ്ത് 3 അല്ലേ? അപ്പോൾ ബി സിയുടെ ലെങ്ത് എത്രയായിരിക്കും? 3 + 3. അപ്പോൾ എന്ത് വരും? 6 വരും. സോ 5 + 5 10, 10 + 6 16 സെന്റിമീറ്റർ. ഇതാണ് പെരിമീറ്റർ. ലാസ്റ്റ്, ഇഫ് ദ സർക്കം റേഡിയസ് ഈസ് ട്വൈസ്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ആ ഒരു ഫിഗറിൽ സർക്കം റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കിളിന്റെ സെന്റർ ചെയ്യുന്ന ട്രയാങ്കിളുടെ ഏതെങ്കിലും വേർട്ടെക്സിലേക്കുള്ള ലെങ്ത് ആണ് സർക്കം റേഡിയസ്. ആ സർക്കം റേഡിയസ് ഇരട്ടിയാവുമ്പോൾ ട്രയാങ്കിളുടെ പെരിമീറ്ററിന് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചേക്കണം. സർക്കം റേഡിയസ് ഇപ്പം 5 ആണെങ്കിൽ ട്രയാങ്കിളുടെ പെരിമീറ്റർ 10 ആയിരിക്കും. സർക്കം റേഡിയസ് ഇപ്പൊ 10 ആണെങ്കിൽ ട്രയാങ്കിളുടെ പെരിമീറ്റർ 20 ആയിരിക്കും. സർക്കം റേഡിയസ് ഇപ്പൊ 20 ആണെങ്കിൽ ട്രയാങ്കിളുടെ പെരിമീറ്റർ 40 ആയിരിക്കും. അപ്പൊ എന്താണ് അവിടുത്തെ മാറ്റം? അല്ലെങ്കിൽ എത്ര ടൈംസ് ആണ് കൂടിയേക്കുന്ന? 2 ടൈംസ്. അത്രേ ഉള്ളൂ. സർക്കം റേഡിയസ് 2 ഇരട്ടി ആയി കഴിഞ്ഞാൽ പെരിമീറ്റർ 2 ഇരട്ടിയാവും. സോ പെരിമീറ്റർ ഇസ് ഓൾസോ ട്വൈസ്. ഓക്കെ, ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഏകദേശം 15 ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 15 ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കാര്യങ്ങൾ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എല്ലാത്തിന്റെ നോട്ട്സ് അല്ലെങ്കിൽ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്ത് മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കോണ്ടാക്ട് ചെയ്യാം. സോ കംപ്ലീറ്റ് ആയി. നന്നായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ.